നമസ്കാരം. പാർലമെന്റിൽ ഇന്നലെ ഉണ്ടായ അപ്രതീക്ഷിത അതിക്രമണത്തിന് പിന്നിൽ സമൂഹ മാധ്യമ കൂട്ടായ്മയായ ഭഗത് സിംഗ് ഫാൻസ് അസോസിയേഷൻ എന്ന ഗ്രൂപ്പിലെ അംഗങ്ങളാണ് എന്ന പ്രാഥമിക സൂചനകൾ പുറത്തു വന്നിരിക്കുന്നു. പാർലമെന്റിലെ അതിക്രമണത്തിനും പ്രതിഷേധത്തിനും കാരണം സർക്കാർ നയങ്ങളോടുള്ള എതിർപ്പാണെന്നാണ് ഈ പ്രതികൾ പോലീസിന് നൽകിയിരിക്കുന്ന ആദ്യ മൊഴി. ഭഗത് സിംഗിനെ പോലെ ഭരണകൂടത്തിന് മറുപടി നൽകാനാണ് തങ്ങൾ ശ്രമിച്ചതെന്ന് കൂടി ഇവർ പറയുന്നുണ്ട്. മാത്രമല്ല, ഫേസ്ബുക്കിലൂടെയാണ് ഈ പ്രതികൾ എല്ലാവരും തമ്മിൽ പരിചയപ്പെട്ടത്. ജനുവരി മുതൽ തന്നെ പ്രതിഷേധിക്കാനുള്ള പദ്ധതിയുടെ വിവിധ ആലോചനകൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതേസമയം ഇന്ന് വീണ്ടും ഈ പ്രതികളെ അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്യും. സംഘത്തിലെ അംഗമായ ലളിത് ധായ്ക്കായി ദില്ലി പോലീസ് ഇപ്പോൾ തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുമുണ്ട്. ഭഗത് സിംഗിനെ പോലെ ഭരണകൂടത്തിന് മറുപടി നൽകാനാണ് തങ്ങൾ ശ്രമിച്ചതെന്ന് പറയുമ്പോഴും എങ്ങനെയാണ് ഇവരെല്ലാം കൃത്യമായി ഈ ഗ്രൂപ്പിൽ വന്നത്, അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും ഇവരുടെ മീറ്റപ്പുകളോ മറ്റോ നടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും അന്വേഷണ വിധേയമാക്കുന്നുണ്ട്. ജനുവരി മുതൽ പദ്ധതിയുടെ ആലോചന തുടങ്ങുകയും പ്രതികളിൽ ഒരാളായ മനോരഞ്ജൻ മൺസൂൺ സമ്മേളനത്തിനിടെ പാർലമെന്റിൽ ഈ സന്ദർശക ഗാലറിയിൽ എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ ലോക്സഭയിൽ കയറുന്നതിന് വേണ്ടി പ്രാദേശിക MP ആയ പ്രതാപ് സിൻഹയുടെ സ്റ്റാഫ് വഴിയാണ് ഇവർ പാസ് നേടിയെടുത്തത്. വിവിധ ട്രെയിനുകളിൽ 3 ദിവസം മുൻപാണ് ഈ പ്രതികൾ എല്ലാവരും തന്നെ രാജ്യ തലസ്ഥാനത്തേക്ക് എത്തുന്നത്. വിശാൽ ശർമ്മ ഇവരെ ഗുരുഗ്രാമിൽ എത്തിക്കുന്നു. പ്രതിഷേധം നടക്കുമ്പോൾ ലളിത് ധായും പാർലമെന്റിന് പുറത്തുണ്ടായിരുന്നു. മാത്രമല്ല, ഈ പ്രതിഷേധത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇയാൾ ഇൻസ്റ്റഗ്രാമിൽ ലൈവായി നൽകുന്നുണ്ടായിരുന്നു. സർക്കാരിന്റെ കർഷക സമരം, മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങളിലെ എതിർപ്പാണ് പ്രതിഷേധത്തിന് കാരണമെന്നാണ് നിലവിൽ ഈ പ്രതികൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു സമൂഹ മാധ്യമ കൂട്ടായ്മ വരുത്തിവെച്ച ഒരു വലിയ വിനയാണ് ഇന്നലെ പാർലമെന്റിൽ നടന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള തീവ്രമായ നിലപാടുകൾ സ്വീകരിക്കുന്ന എല്ലാ സാമൂഹിക മാധ്യമ കൂട്ടായ്മകളും നിലവിൽ അന്വേഷണ സംഘത്തിന്റെ കൃത്യമായ നിരീക്ഷണത്തിലുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ന്യൂസ് ഡെസ്കിന്റെ മലയാളം.